നീ സുഖിച്ചിരിക്കുക. ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് വരുമല്ലോ നീ. അപ്പൊ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇനി അതിന്റെ കൂടെ ഒരു കുറവുള്ളൂ. പണിയെടുക്കാണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അത് ശരി. ആദ്യം കുളി, പിന്നെ പല്ല് തേപ്പ്, എല്ലാം തലതിരിഞ്ഞാണല്ലോടാ. അതിലേ ഒരു കഥയുണ്ട്. കുറച്ചു നേരം വെള്ളത്തിൽ കിടക്കുമ്പോഴേ പല്ലൊക്കെ ഒന്ന് കുതിരോ. അപ്പൊ പിന്നെ പേസ്റ്റ് കുറച്ച് മതി. എന്താ പേറ്റുകുളി? ഇന്നിത് ഞാൻ ശരിയാക്കി തരാടാ. നീ കളിക്കണോ? ഓടങ്ങി നിന്റെ ഒടുക്കത്തെ പോക്ക് പോണാനാ തെണ്ടി. അവളവന്റെ അമ്മയ്ക്ക് വായി കൂടെ വായിച്ചാ പോവാ. ഈ പോണ പോക്കിൽ എത്തിച്ചില്ല. നോക്കിച്ചോ. അണങ്ങരുത്. മീൻ പിടിക്കുന്ന ചൂണ്ട കണ്ടൊരു സൂത്രം കെട്ടിത്തരാം. അപ്പുകൊണ്ടാ നീയാ എന്നെ നല്ല ജീവൻ എടുത്തില്ലടാ. ഒരാളെ വിളിക്കണം എങ്ങനെയാ? രാവിലെ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞിട്ട്. എന്താ അവള് കുളിച്ച് കയറിയോ? നോക്കട്ടെ ഞാൻ. എന്താ ഇപ്പൊ കേറും. എന്നാ വാ. നീ ചെല്ല്, ഞാൻ വന്നേക്കാം. അത് വേണ്ട, ചേട്ടനും വാ. ഹോ വരാ. ഇനി വൈറ്റായിട്ട് ചെല്ലാത്തോണ്ട് ആൺകുട്ടി ജനിച്ചില്ലാന്ന് വേണ്ട. ഇത് കൊള്ളാലോ ഈ സാധനം. കഴിഞ്ഞ ഉത്സവത്തിന് അച്ഛമായി തന്നതാ. ഇത് എന്റെ ഇരിക്കട്ടെ, കുറച്ച് ദിവസം കഴിഞ്ഞ് തരാം. അത് വേണ്ട, അച്ഛൻ വഴക്ക് പറയും. നിങ്ങളൊക്കെ ബേക്കറി പലഹാരം തന്നെ വീട്ടിലാണല്ലോ. ഞങ്ങളൊക്കെ കപ്പയും കുറുക്ക പേരും നിന്നെ വീട്ടിലായി പോയി. സാരില്ല. അയ്യേ, പെണ്ണുങ്ങൾ കുളിക്കടുത്ത് നിക്കാ രണ്ടാളും കൂടി. ഞങ്ങൾ അതിനൊന്നും വന്നല്ല. ഏതിനും ഒന്നല്ലാന്ന്. ഇതെന്താ കുട്ടന്റെ കയ്യില്? ദൂരദർശിനി, ഇതെനിക്ക് തരുമോ? ഇതൊന്നും ശരിയാവില്ല, അതുകൊണ്ട് വേറെ കുറച്ച് പണിയുള്ളതാ. പിന്നെ എന്റെ കുഞ്ഞോട്ടിനോട് പറഞ്ഞ ഇതുപോലത്തെ എത്ര വേണമെങ്കിലും വാങ്ങി തരുമല്ലോ. ഇത് തന്നാലേ കുട്ടന്റെ അച്ഛൻ വഴക്ക് പറയും. അല്ലേ കുട്ട? അതിനെനിക്ക് സ്വന്തമായിട്ടൊന്നും വേണ്ട, കുറച്ച് ദിവസം നോക്കിയിട്ട് അങ്ങ് തന്നേക്കാം. എടുത്തോ. വിളിച്ചോട്ടെടുത്ത് നിന്റെ പെമ്പർന്നോത്തി പ്രസവിച്ചെടുക്കാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവർക്ക് സമയത്തിന് ഞാൻ കാശ് കൊടുക്കണ്ടേ? ചേച്ചി ഇന്നൊരു ദിവസം കൂടെ ക്ഷമിക്കും. നാളെ എങ്ങനെയെങ്കിലും ഞാൻ അവിടെ എത്തിച്ചോളാം. അയ്യോ, നീ മനഃപൂർവ്വം തരാതിരിക്കുവാണെന്നൊന്നും അല്ല വാസു ഞാൻ പറഞ്ഞു. എന്റെ മോളാണ് സത്യം. എനിക്ക് ജീവനുണ്ടെങ്കിൽ നാളെ ഞാൻ പൈസ അവിടെ. ഇതെവിടെ പോയി? ചേച്ചി ചേച്ചി വിലാസിനി ചേച്ചി ചേച്ചി വിലാസിനി ചേച്ചിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല. ആഗ്രഹം ഒത്തുചെന്നലുണ്ടല്ലോ. അയ്യടാ, ചേകരൻകുട്ടി പോണ കണ്ടിട്ട് മാറിയതാ. അവൻ കണ്ടാ വഴക്ക് പറയും. അമ്മ എന്തിനാ വയസ്സുകാലത്ത് ഇതിനൊക്കെ പോണേന്നും പറഞ്ഞു. സ്നേഹം കൊണ്ടാ. ഇന്ന് എവിടാ ഇങ്ങനത്തെ മക്കള്? ചേച്ചിയുടെ ഭാഗ്യ. മോഷണം അത്ര നല്ല പണിയല്ല, പ്രത്യേകിച്ച് മുട്ട. ആര് മോട്ടിച്ചു? പിന്നെ എന്താ? നല്ലതാണെങ്കിൽ വാങ്ങാലെന്ന് കരുതിയാ. മുട്ട നോക്കി നല്ലതാണെന്നറിയാൻ നീ ആരുടെ താറാവ് വളർത്തുക എന്റെ മോളോ? പോട്ടെ ചേട്ടാ, ഇത്തവണത്തേക്ക് ക്ഷമിക്കേ. ചേച്ചിക്ക് ഒരു അബദ്ധം പറ്റിയതല്ലേ. ചേച്ചിക്ക് വേണ്ടി ചേട്ടനോട് ഞാൻ മാപ്പ് ചോദിക്കാം. എന്തിന്? മിണ്ടരുത് നീ. ഇവൻ പറഞ്ഞോണ്ട് മാത്രം ഞാൻ ഇത്തവണത്തേക്ക് ക്ഷമിക്കാം. മേലാലിത് ആവർത്തിച്ച കയ്യും കാലും കെട്ടി പോലീസ് ഏൽപ്പിക്കും ഞാൻ. ചേട്ടാ, ഞാനല്ലേ പറഞ്ഞത് മേലിൽ ഇങ്ങനെ ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. പോയിക്കോ. പോടാ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78, 79, 80, 81, 82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99, 100, 101, 102, 103, 104, 105, 106, 107, 108, 109, 110, 111, 112, 113, 114, 115, 116, 117, 118, 1
മീനാക്ഷി ഇത് ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നുണ്ടല്ലോ, ഇന്ന് അവൻ ഈ നാട്ടിലുണ്ടാവില്ല. ഇയാൾ ഇത് എവിടുത്തുകാരനാടോ? ഇന്ന് രാവിലെ ഉണ്ടായ സംഭവം എങ്ങനെയാ ഇന്നലെ പറയാ? അത് ശരി, അപ്പൊ ഇന്ന് രാവിലെ ആയിരുന്നു സംഭവം. ചേച്ചിക്ക് എന്ത് മോശമായി പോയെന്ന് അറിയോ? കുളിക്കുന്നിടത്തൊക്കെ വന്ന് എത്തി നോക്കുകയെന്ന് വെച്ചാ. ഓ, ഇപ്പൊ അവൻ എന്റെ കയ്യിൽ കിട്ടിയായിരുന്നുണ്ടല്ലോ. ദേ വന്നുണ്ട്. നിക്കടാ, എന്താ നിന്റെ പേര്? വിനോദ്. ഈ പെൺകുട്ടി ഏതാണെന്ന് നിനക്കറിയോ? കണ്ടിട്ടുണ്ട്. അറിയും, ശരിക്കും അറിയും. ചേച്ചി താറാമുട്ട മോട്ടിച്ചപ്പോ ചെവിക്ക് പിടിച്ചത്. അതെന്തെങ്കിലാവട്ടെ, നിനക്ക് ഞാൻ ആരാന്നറിയാമോ? വൈക്കം ഗിരീഷ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ആനയാ. ഓഹോ. അമ്പലപ്പുഴ രാജപ്പൻ? ഇല്ല. അതും ആനയാ. ഓ. മേലേടത്ത് അപ്പുകൂട്ടൻ എന്ന് കേട്ടിട്ടുണ്ടോ? ആന? അല്ല, ഞാനാ. അതിനിപ്പോ ഞാനെന്ത് വേണം? പാപ്പാനാവണോ? അപ്പുകൂട്ടനെ തളയ്ക്കാൻ ഒരു പാപ്പാനെ കൊണ്ടും പറ്റില്ലടാ. ഞാൻ ഒറ്റയാനാടാ, ഒറ്റയാൻ. എന്നാ പിന്നെ ഇവിടെ കിടന്ന് ചിഹ്നം വിളിക്കാണ്ട് കാട്ടിലേക്ക് പോകായിരുന്നില്ലേ? നിന്നെ പോലുള്ള വൃത്തികെട്ടന്മാരെ ഒതുക്കിട്ടടാ ഈ അപ്പൂട്ടൻ കാട് കയറുള്ളൂ. കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരെ വഴിക്ക് തടഞ്ഞു നിർത്തി അസഭ്യം പറയുക, അവര് കുളിക്കുന്നിടത്ത് പോയി എത്തിച്ചു നോക്കുക, ഇതൊക്കെ ചെയ്യാൻ നീ ആടാ മേലെടുത്ത് അപ്പൂട്ടനോ? ഞാൻ ചിലപ്പോ ചീത്ത പറയും, കുളി കാണും, ചിലപ്പോ പ്രേമിക്കുകയും ചെയ്യും. ഇതൊക്കെ ചോദിക്കാൻ നീ ആരടാ? ആരാന്ന്? തിരിഞ്ഞു മറിഞ്ഞ് ഇടത്തോട്ട് തിരിഞ്ഞ് വളത്ത് വീശി ഇടത്തോട്ട് തിരിഞ്ഞ് പിന്നും വളത്ത് കാലം നെട്ടി ഇടത്തോട്ട് തിരിഞ്ഞ് ഇടത്തെ കാലം നെട്ടി പൂഴിയെടുത്ത് പൂഴിക്കറങ്ങുന്നതോടെ പൂഴി വീണ്ടും എടുത്ത് ഒരു ഊതി ഊതി മേലോട്ട് പിന്നൊരു ഊതി പിന്നെ ഇടത്തോട്ട് തിരിഞ്ഞ് വളത്തോട്ട് വലിച്ച് ഓ കന്യത്തിലാമ്പരിശികം മനോപകരക്കൊപ്പം അടുത്തുവരരുത് പിന്നെയും വരുന്നുണ്ട്. ഓ മസിൽ കയറി, ഓ മസിൽ കയറി, മസിൽ കയറി, മസിൽ കയറി, മസിൽ കയറി. തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നേരിട്ട് പറഞ്ഞൂടെ? അതിന് ഈ കൂർക്ക എന്തിനാ? അതാടാ ഞാൻ ഈ നാട്ടിലെ കൂർക്കടാ. ഗൂർക്കയല്ല, കൂർക്ക, മന്ദം കൂർക്ക. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മുഴച്ചിട്ട് കുട്ടിയെ വിഷമിപ്പിക്കണമെന്ന് കരുതി ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വിചാരം എനിക്കില്ല. ഏതെങ്കിലും തരത്തിൽ ഞാൻ തന്നെ വേദനിപ്പിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കുക. തന്റെ കണ്ണും വെട്ടത്ത് പോലും ഞാനിനി വരില്ല. പോരെ? വേണ്ട വേണ്ട. ഏതായാലും അവന്റെ ആയുസ് എടുത്തിട്ടില്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ കൃത്യസമയത്ത് എന്റെ മസിൽ കയറി പിടിക്കോ? പതുക്കെ കുടിച്ചാ മതിയടാ. നീ തന്നെ കുടിച്ചോ, എനിക്ക് വേണ്ട. അതിന്റെ അല്ല, ഇത് തീർന്ന നീ അങ്ങനെ ഗ്ലാസ് എടുക്കാതെ. ഒരു ഗ്ലാസ് ആക്കണ്ട, അതാ ഇത് മുഴുവൻ നീ എടുത്തോ. അത് വേണ്ട, അത് നീ എന്നെ കളിയാക്കിയല്ലേ. അപ്പൊ കാര്യങ്ങൾ അറിയാം. ഇന്ന് നാരായണേട്ടനെ കണ്ടില്ലല്ലോ. പനിയാ, വീട്ടിൽ കിടപ്പുണ്ട്. ഈ പനിയിൽ തീരോ? എന്റെ ചോദിച്ചാലുണ്ടോ? എവിടുന്ന്? എന്റെ അടിയന്തരം കൊണ്ടിട്ട് അങ്ങേര് പോവൂ. കാർന്നോമാരെ മുടിപ്പിക്കണ മക്കളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ നേരെ തിരിച്ചാ. അല്ലെങ്കിലും എന്റെ ജാതകത്തിലുണ്ടേ തന്തയെ കൊണ്ട് മുടിയൂന്ന്. ജാതകത്തിന്റെ കാര്യമൊന്നും പറയണ്ട. എന്റെ ജാതകത്തിലുണ്ടായിരുന്നു ആദ്യത്തെ കുഞ്ഞ് ആണായിരിക്കുമെന്ന്. എന്നിട്ട് ഇപ്പൊ എന്തായി? ആദ്യത്തെ കുഞ്ഞ് പെണ്ണ്. അതിന് ജാതകത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ ആദ്യത്തെ കുട്ടി ആൺകൊച്ചു തന്നെയായിരിക്കും. മൂക്കൃത്തം പറഞ്ഞ നിന്റെ മോൻ തന്നെ ഇടിച്ചു പറത്തും പട്ടി. പോട്ടടാ, അവനൊരു തമാശ പറഞ്ഞതല്ലേ. ഇങ്ങനെയാടാ തമാശ പറയണ എറപ്പാളി. മിണ്ടണ്ട മിണ്ടണ്ട കണ്ടവരാരും മിണ്ടണ്ട. മിണ്ടണ്ട മിണ്ടണ്ട കണ്ടവരാരും മിണ്ടണ്ട. ഒരു പെട്ടിയായിട്ട് പോരായിരുന്നില്ലേ? തിരിച്ചതിൽ കൊണ്ടുപോയിരുന്നല്ലോ. പെട്ടിയിലാക്കട്ടെ എന്റെ തന്ത. അപ്പൊ അല്ലേ നീ പോണത്? നീ പാറ എണിക്കാ. അല്ലത് ആര്? ശേഖരക്കുട്ടിയാ? എന്തൊക്കെയുണ്ട് വിശേഷം? നിന്റെ അമ്മ ആരോട് ചോദിച്ചിട്ടാ മാറ്റി കണ്ടത്തിൽ താറാവിനെ ഇറക്കിയത്? ഓ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? അല്ല, താറാവുമ്പോ പിന്നെ കണ്ടത്തിലല്ലാണ്ട് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കാൻ പറ്റോ? ആ ചെറ്റയുടെ കള്ളു വാങ്ങിച്ചിട്ട് തന്തയില്ലാ കാണിച്ചോ. അങ്ങനെ എല്ലാവരുടെ കാര്യം ലക്ഷ്യം നീ ആരടാ? അയാൾ ആരും നിന്റെ അപ്പനോ? അല്ല, നീ അയാളുടെ അപ്പനോ? കൊയ്ത്ത് കഴിയാത്ത പാടത്ത് താറാവിനെ ഇറക്കിട്ട് ന്യായം പറയുന്നോടാ പട്ടി. ഒന്ന് പോടാ ചെക്ക. അപ്പുട്ടിനോട് കളിച്ചാണ്ടല്ലോ എന്നെ കളിയാൻ പഠിപ്പിക്കും ഞാൻ. ആഹാ, നീ വെള്ളത്തിലിറങ്ങി കളിക്കാൻ പോവാ? ഇറങ്ങരുത്. എന്റെ കൈ കൊണ്ട് മരിക്കാനുള്ള യോഗം നിനക്കില്ല. അതിഭയങ്കരമായ അടിയൊഴുക്കുള്ള സ്ഥലമാണ്. നീ മുങ്ങി മരിക്കും. വേണ്ട, നീ വരരുത്, വരരുത്. ഇപ്പൊ ഞാൻ പോണ്. ഇനി എന്നോട് കളിച്ചാണ്ടല്ല പൂളിക്കളയും ഞാൻ.
രക്ഷപ്പെട്ടു. ചകരൻകുട്ടി, എന്നെ തല്ലരുത്. ഞാൻ കാല് പിടിക്കാം. എന്റെ അമ്മയാണ് സത്യം. മേലാൽ ഇനി ഉണ്ടാവില്ല. ഞാൻ നിന്നെ പറഞ്ഞെല്ലാം എന്റെ തണ്ടേനെ പറഞ്ഞായിട്ട് നീ കൂട്ടിക്കോ. തല്ലരുത്. ഈ അപ്പൂട്ടിനൊരു അബദ്ധം പറ്റിയതാ. ഇങ്ങനെ തല്ലരുത് കേട്ടോ. അടിച്ചാ എന്ത് ചെയ്യും? ഞാനിങ്ങനെ ചോദിച്ചാണ്ടല്ലോ ഒച്ചേക്കും. ഇനി എന്നെ തല്ലി ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും. മേല എന്റെ അടുത്ത് അഭ്യാസം കാണിച്ചാണല്ലോ, പാടത്ത് ഞാൻ ചവിട്ടി താക്കും. പട്ടി ഈ പൊണ്ടാണ് എല്ലാത്തിനും കാരണം. ചോദിക്കേ അത് കർത്താവിന്റെ കിടക്കാണല്ലേ? രാവിലെ തന്നെ കുരിശായിട്ട് ഇറങ്ങിയിരിക്കല്ലേ മനുഷ്യനെ മെനക്കെടുത്ത? ഇതത്രല്ല രഹസ്യം. ഇതാരും കേൾക്കാൻ പാടില്ലാത്ത അതെ. ആർക്ക് കൊടുക്കാനാ? ആർക്കും കൊടുക്കാനല്ല, പൊട്ടിച്ച് ഭിത്തിയിലൊട്ടിച്ച് കളിക്കാനാ. അല്ല വിട്ടാ എന്നാ പിന്നെ പൊട്ടിയത് പോരെ? അയ്യോ, പൊട്ടിയത് പോരാ, അളവെടുത്ത് മുറിക്കാനുള്ളതാണേ. പൈസ അവനവന്റെ ട്രൗസർ ഇട്ടാ പോരടാ. ഞാൻ ജീവിച്ചോണ്ടിരിക്കും അങ്ങനെ തങ്കട. വിളിക്കണ്ട, ഞാൻ കണ്ടു. ആരിത് കുട്ടനാ? ഞാൻ കുട്ടനായിരിക്കും 3 പ്രാവശ്യം വീട്ടിൽ വന്നിരുന്നു. മാഷ് പറഞ്ഞില്ലേ? ഇല്ല. ഇതാണ് ഈ മാഷ ഒരു കുഴപ്പം. ഇങ്ങനെ ഉണ്ടൊരു മറവി. ഞാൻ കുട്ടന്റെ കയ്യിൽ നിന്ന് 50 രൂപ വാങ്ങിച്ചു എന്നുള്ളത് സത്യമാണോ? അപ്പൊ ഞാൻ കുട്ടനെ അന്വേഷിച്ച് വന്നു എന്നുള്ളത് സത്യ. മാഷ കയ്യിൽ കൊടുത്താലോ എന്ന് ഞാൻ ആലോചിച്ച. പിന്നീട് എനിക്ക് തോന്നി കുട്ടന്റെ കയ്യിൽ തന്നെ തരുന്നതല്ലേ അതിന്റെ ശരിയെന്ന്. എന്നെങ്കിൽ തന്നേരെ. പറയട്ടെ, വരണ വഴിക്ക് അമ്പലത്തിലൊന്ന് കേറി. ഉത്സവം കഴിഞ്ഞിട്ട് ഇതുവരെ ഒന്നും അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. കോപിക്കില്ലേ എന്റെ ദേവി. തിരക്ക് കാരണം വരാൻ പറ്റാച്ചെന്ന് പറഞ്ഞു മനസ്സൊരുക്കി തൊഴുത് നിൽക്കുമ്പോ പെട്ടെന്നൊരു ഉൾവിളിയാ. അപ്പൊ കൂട്ടാ, നീ ഒരു നേർച്ച മുടങ്ങിയിട്ടുണ്ട്. ഓർത്തപ്പോ ശരിയാ, കുട്ടന്റെയും മീനാക്ഷിയുടെയും കാര്യം ശരിയാൻ വേണ്ടി ഞാനൊരു പുഷ്പാഞ്ജലി നടന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഒട്ടും മടിച്ചില്ല. ഒന്നിന് പകരം 2 രക്തപുഷ്പാഞ്ജലി അങ്ങോട്ട് കഴിച്ചു. സത്യമുള്ള ദേവിയാണേ, ഫലം ഉണ്ടാവും. ഫലം ഉണ്ടായി. ഉത്സവത്തിന് വാങ്ങിക്കൊടുത്ത കരിവളയില്ലേ, മീനാക്ഷി ഇട്ടു. ഓ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഗണപതി ഹോമത്തിനും കൂടി നേർന്നുണ്ട്. കാശുണ്ടെങ്കിൽ നമുക്ക് ഇപ്പനായിട്ട് നടത്താം. ഇപ്പഴില്ല, വേണ്ട, കാശുള്ളപ്പോ മതി. അല്ല എന്താ സഞ്ചിയില് പഴാ വീട്ടിലേക്ക്. എന്റെ അമ്മ എപ്പോഴും പറയും, എന്റെ മോനെ അപ്പുകുട്ടിന് പഴന്ന് വെച്ച് ജീവനാന്ന്. ഉവ്വോ, എന്റെ മോന് എന്താ ജീവനല്ലാത്ത? ഇവനുമായിട്ടാണോ എന്റെ കൂട്ടുകെട്ട്? എല്ലാ പോക്കിനും ഇത്തരം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണല്ലേ? നാരായണേട്ട, വാക്കുകളിലല്ല വരികളിലാണ് കാര്യം. സംസർഗ ഗുണ ദോഷ കഷണ്ടി. അയാളിപ്പോ എന്താ പറഞ്ഞ? നീ നാളത്തെ ഒരു അപ്പുകുട്ടനാവുന്നാ പറഞ്ഞേ. ഇനി എന്തിനാ തിന്നണേ? എന്താ ഇങ്ങനെ? ചെളിയുടെ ഓരോ കാര്യങ്ങളെ. അയ്യോ അയ്യോ, എന്താ ഇങ്ങനെ?